മണ്ട കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മണ്ട കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റ് അനൂപ് കെ എന്ന ആളുടെയാണ്. ചേട്ടാ, പൈസ റെഡിയായോ? എത്ര എമൗണ്ട് വേണം അല്ലെങ്കിൽ എത്ര ലഭിച്ചു എന്ന് അപ്ഡേറ്റ് ചെയ്യാമോ? പൈസ റെഡിയായോ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ക്യാമറയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച. കമൻറ്റ് ഇട്ടില്ലായിരുന്നു, കമൻറ്റ് ബോക്സിലായിരുന്നു. ആ ക്യാമറയുടെ ആവശ്യം അതെന്തൊക്കെയാണ് കാരണങ്ങൾ ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് സഹായിച്ചു. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് എല്ലാവരും കൂടി ചെയ്തത്. അതായത് ഇപ്പോൾ ഈ സമയമുണ്ട്, ഈ സോണിയുടെ ഒരു തരം ക്യാമറ എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സമയത്തേക്ക്. കഴിഞ്ഞ ആഴ്ച ക്യാമറയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് സെക്കൻഡ്സ് ക്യാമറ എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ സെക്കൻഡ്സ് എടുക്കാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങളെല്ലാവരും കിട്ടിയാൽ അത് നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും പുതിയത് എടുക്കുന്നതാണ് നല്ലത്. സെക്കൻഡ്സ് എടുക്കുമ്പോൾ പിന്നെ അത് കാരണം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ആ ക്യാമറ കംപ്ലൈൻ്റ് ആവുക അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ആ വരുന്ന പ്രശ്നങ്ങൾ കാരണം ആ പൈസ പിന്നെ വെള്ളത്തിലാവണ്ട. അപ്പോൾ അതൊരു ഉപകാരത്തിൽ നല്ല കുരുത്തത്തിലായിക്കോട്ടെ. അപ്പോൾ നല്ല പുതിയ തന്നെ എടുത്തോ, അതിനുള്ള സൗകര്യം കിട്ടും. അതിനെ എല്ലാവരും കൂടി സഹായിച്ചാൽ അതെത്തും, ആ ലെവലിലെത്തും എന്നുള്ളത് എല്ലാവരും പറയണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാവരും സഹായിച്ചിട്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കുക. എന്താ കാരണം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്രാൻഡ് പ്രോഡക്ട്സ് ശരിക്കും പറഞ്ഞാൽ അതതിൻ്റെ ആ രീതിയിൽ തന്നെ എടുക്കണം. അതായത് ക്യാമറ ഉപയോഗിച്ചെടുക്കേണ്ടത് ഫോൺ വെച്ചെടുത്താൽ പോരാ, ക്യാമറ വെച്ച് തന്നെ എടുക്കണം എന്നുള്ളതാണ് അതിലൂടെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എനിക്കുണ്ടായ കുറച്ച് റിജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. പക്ഷേ അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരമായൊരു ഉന്മേഷത്തിലാണ്. അപ്പോൾ അത് ക്യാമറ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പഠിക്കേണ്ടി വരും. അത് പഠിച്ച് കഴിഞ്ഞിട്ട് അതിനെ പറ്റി കുറച്ച് സ്വന്തം റിവ്യൂസ് ഇട്ട് കഴിഞ്ഞിട്ട് ആ റിവ്യൂസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം എനിക്ക് നല്ല പ്രൊഡക്റ്റ് റിവ്യൂ ഇനി കൂടുതൽ കിട്ടാൻ. അപ്പോൾ അത് കിട്ടുന്ന വിശ്വാസമുണ്ട്. ഇപ്പോൾ ഇത്രയായ സ്ഥിതിക്ക് എന്തായാലും അത് ആ കാര്യങ്ങളും നടക്കും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് 49 രൂപ വെച്ച് എല്ലാവരും കൂടെ സഹായിച്ചാൽ എനിക്ക് സിമ്പിളായിട്ടൊരു ക്യാമറ വാങ്ങാം എന്നുള്ളൊരു നിലക്കാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഇന്നത്തെ ഒരു ലെവലിൽ, അതായത് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക്, ഈ ഒരാഴ്ച സമയം കൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാവരും കൂടെ, എല്ലാ ഓഡിയൻസും കൂടെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിൽ ഒക്കെ പാടെ ഈ പറഞ്ഞ ഈ സോണിയുടെ ഈ ക്യാമറ വാങ്ങാനുള്ളതിൻ്റെ പകുതി പൈസയുടെ അടുത്തായിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ വേണം. അപ്പോൾ ബാക്കിയും കൂടെ കിട്ടിയാലേ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഡെയിലി കുറച്ച് പലരും പുതിയ ആ വീഡിയോ കണ്ട് ആകെ 8000 സംതിങ് വ്യൂസ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വ്യൂസൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ ആൾ കണ്ടിട്ട് കുറച്ചും കൂടെ സഹായിച്ച് കഴിഞ്ഞാൽ ബാക്കിൻ്റെ എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ അത് ഫ്രഷ് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ ആ തെയ്യായ്മ ആ തെയ്യായ്മ വരും, ശരിയാവുന്ന വിശ്വാസത്തിലാണ്. അതിലേക്ക് കുറേ പേര് വേറെയും തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരുന്നത് ഈ ഒരു 8943491671 എന്നുള്ള ഫോൺ നമ്പറിലാണ് അധികാരം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വിളിച്ചിരുന്ന സമയത്ത് പലപ്പോഴും ഈ ഫോണിലാണ് ആ സിം ഉള്ളത്. ഇതൊരു കീ ഫോണാണ്, ഒരു ചൈന ഫോണാണ്. മറ്റേ ഫോൺ പ്രശ്നമായപ്പോൾ ഈ ഫോണിലേക്ക് എടുത്തിട്ടാണ് പറഞ്ഞത് സിമ്മ്. അപ്പോൾ കോൾ കിട്ടില്ല, നെറ്റ്വർക്കിൻ്റെ പ്രശ്നം, ഐഫോൺ നന്നാക്കിയപ്പോൾ അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടാണ്. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഡെഡ് ആവും. ഇത് നോ സർവീസ് എന്നുള്ള അവസ്ഥയിലേക്ക്, റേഞ്ച് ഇല്ലാത്ത അവസ്ഥ, നെറ്റ്വർക്ക് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ വിളിക്കുന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് കട്ടായി പോകും. കട്ടായി പോകാൻ മീൻസ് ഇതിനകത്ത് ഓഫായി പോവുകയല്ലേ ഇന്ന്, ഇത് പെട്ടെന്ന് നോ സർവീസ് എന്നുള്ള കണ്ടീഷനിലേക്ക് പോയിട്ട് ആ വിളിച്ച ആളുടെ നമ്പർ പോലും കാണാത്ത അവസ്ഥയിൽ പോവുക. അപ്പോൾ ലാസ്റ്റ് കോൾ ഏതായിരുന്നു, ഇപ്പോൾ ഒരു 7 മണിക്കാണ് ഒരാൾ വിളിച്ചതെന്ന് വിചാരിക്കാം. 7 മണിക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 7:02 ആകുമ്പോഴത്തേക്കും കട്ടായി പോയി കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ 7 മണിക്ക് ആരാ വിളിച്ചതെന്നുള്ള നമ്പർ നോക്കാൻ പറ്റുന്നില്ല. കാരണം വളരെ സപ്പോർട്ടീവായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വിളിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെൻ്റെ ഒരു ഫോൾട്ടല്ല, ഞാൻ കട്ട് ചെയ്തതൊന്നും അല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഞാൻ വാട്സപ്പിൽ ആ നമ്പറിൽ ഒരു ഹായ് ഇട്ടാൽ മതി, ഞാൻ തിരിച്ച് കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടാക്കിയത് എന്താണെന്നുള്ള തോന്നൽ വരില്ലേ. അപ്പോൾ അവർ അതൊന്നും തെറ്റിദ്ധരിക്കാതിരിക്കുക. അപ്പോൾ ഇതിലേക്ക് വന്ന കോളുകൾ കട്ടായത് കാരണം എനിക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടായി. കാരണം ഒരു 100 പേരെങ്കിലും ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടാവും. ആ 100 പേരിൽ ഒരു പകുതി പേർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമമല്ലേ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലായിട്ട് ഒരു വാട്സപ്പിൽ ഒറ്റ ഹൈറ്റാൽ മതി, ഞാൻ അതിൽ റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ എത്ര ആയി എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പലരും എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടായി, എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായെന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ പറഞ്ഞ ആ ക്യാമറ വാങ്ങാനുള്ള ഒരു പകുതി പൈസയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ആവും, അത്രയും ആയില്ല ഒരാഴ്ച കൊണ്ട് ബാക്കിയും കൂടെ ബാക്കിയുള്ളവരും കൂടി കാണുമ്പോൾ അത് ആയിക്കോളും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ പിന്നെ അതൊന്നും പഠിക്കേണ്ടി വരും, അതുവരെയുള്ള ഒരു സമയം തരിക. അപ്പോൾ ആ സമയം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള റിവ്യൂസും കാര്യങ്ങളും അതെങ്ങനെയാണ് ചെയ്ത് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വ്ളോഗിലൂടെ ഞാനതെങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലരും സഹായിച്ചിട്ടുണ്ട്. ഞാൻ 49 വെച്ച് അതിൻ്റെ 10 ഇരട്ടി തന്നവരുണ്ട്, 20 ഇരട്ടി തന്നവരുണ്ട്, 49 തന്നവരുണ്ട്, 30 തന്നവരുണ്ട്, 10 തന്നവരുണ്ട്. അതായത് എത്ര കഴിയുന്ന അതുപോലെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് പോലും കിട്ടാത്ത തരം ഒരു സപ്പോർട്ടാണത്.
എന്തായാലും ഭയങ്കര പറഞ്ഞറിയാൻ പറ്റാത്ത ഒരു നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത കമൻറ്റ് ഗണേഷ് കുമാർ എന്ന ആളുടെയാണ്. 2 6 ഇഞ്ച് സബ് വൂഫർ ഒരുമിച്ച് ഉപയോഗിച്ചാൽ 12 ഇഞ്ച് സബ് വൂഫർ പവർ ലഭിക്കുമോ? 2 6 ഇഞ്ച് സബ് വൂഫർ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും പലരും ചോദിച്ചുകൊണ്ടാണ് അത് കമൻ്റ് എടുത്തത്. അതായത് ഒരു സബ് വൂഫർ 50 വാട്ട്സ് ആണ്, അടുത്ത സബ് വൂഫർ 50 വാട്ട്സ് ആണ്. രണ്ടും 6 ഇഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് 100 വാട്ട്സ് സബ് വൂഫർ 12 ഇഞ്ച് സബ് വൂഫറിൻ്റെ എഫക്റ്റ് കിട്ടും. അത് ആംപ്ലിഫയർ 4 ohms ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാച്ച് ചെയ്യണം. 8 ആണെങ്കിൽ അതിനനുസരിച്ച് മാച്ച് ചെയ്യണം. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ 3 സബ് വൂഫർ ഉപയോഗിച്ചാൽ എത്ര കോണേരി വരുന്നോ അത്ര കിട്ടും. 4 സബ് വൂഫർ 6 ഇഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇതിലിപ്പോൾ എത്ര വെച്ച് 6 ഇഞ്ച് 2 ആണല്ലേ, 4 6 ഇഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 24 ഇഞ്ചിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 50 വാട്ട്സ് വെച്ചാണ് ഓരോ സബ് വൂഫർ വരുന്നതെങ്കിൽ 200 വാട്ട്സ് 24 ഇഞ്ച് സബ് വൂഫറിൻ്റെ എഫക്റ്റ് കിട്ടും. ഓംസ് മാച്ച് ചെയ്യുക, അതാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ മാച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആംപ്ലിഫയറിന് പണി വരാം 100%. വാട്ട്സിന് എപ്പോഴും എഡിഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. എത്ര വാട്ട്സാണെന്ന് നോക്കുക. പിന്നെ ഒരു 50 വാട്ട്സും ഒരു 100 വാട്ട്സും കൂടെ കൂട്ടിയിട്ട് ഒരൊറ്റ ലൈനിൽ കൊടുക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് മാച്ച് ആവില്ല വാട്ട്സ്. കാരണം ഈക്വൽ വാട്ട്സുകൾ തമ്മിൽ പാരലലോ സീരീസോ ചെയ്യിക്കുക. അല്ലെങ്കിൽ അതൊരു വാട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ ഒരു അസ്വസ്ഥമായ വർക്കിംഗ് വരും. അടുത്ത നമ്മുടെ അനീഷ് എ എന്ന ആളുടെയാണ്. TS പാരാമീറ്റേഴ്സ് വെച്ച് സ്പീക്കർ ബോക്സ് കാൽക്കുലേഷൻ വീഡിയോ ഇടാമോ? കാൽക്കുലേഷൻ വീഡിയോ ഞാൻ TS പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു മോഡൽ, ഒരു JBL കോമൺ ബോക്സ് ഏതെങ്കിലും ഒരു സബ് വൂഫർ എടുത്ത് അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ സബ് ബോക്സ് പ്രോ എന്നുള്ള ഒരു ഓൺലൈൻ വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ ഈ ഓഫറിൻ്റെ പാരാമീറ്റേഴ്സ് അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ആ ഡയമെൻഷൻ വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് എത്ര ഹെഡ്സ് ട്യൂണിംഗ് പോർട്ടാണ് ഇതിൽ പറഞ്ഞുള്ളത്, ആ ട്യൂണിംഗ് പോർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ഡയമെൻഷനിലേക്ക് അത് കൊണ്ടുവരിക, സൈസിലേക്ക് കൊണ്ടുവരിക. ഇനിയുള്ള സീൽഡാണ് അടിക്കുന്നതെങ്കിൽ എത്ര സൈസിലാണോ നിങ്ങൾക്ക് വിചാരിച്ച ആ ഒരു FS, അതായത് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആ ബോക്സിന് എത്ര ലിറ്ററിലാണ് വരുന്നത്, അത് കറക്റ്റായിട്ട് ഇതിൽ കിട്ടും. അതിന് എത്രയാണോ അപ്പോൾ ഡയമെൻഷൻ വരുന്നത് ആ ഡയമെൻഷനിൽ തന്നെ ബോക്സ് അടിക്കുക. അടിപൊളിയായിരിക്കും, നല്ല വർക്കിംഗ് ആയിരിക്കും. നല്ല വർക്കിംഗ് മീൻസ് ഏകദേശം 95% ഞാൻ ഉറപ്പ് പറയുന്നു. കയറി നോക്കുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്ത അവൻ്റെ ദീപു സ്നേഹാൽ എന്ന ആളുടെയാണ്. ബ്രോ 100 വാട്ടിൻ്റെ ആംപ്ലിഫയറിൽ എത്ര ഇഞ്ച് സബ് വൂഫർ കൊടുക്കാം? നേരത്തെ ചോദിച്ചതിൻ്റെ നേരെ വിപരീതം ചോദ്യമാണത്. 6 ഇഞ്ച് സബ് വൂഫർ 12 ഇഞ്ചിൻ്റെ എഫക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചില്ല. അതേപോലെ 100 വാട്ടിൻ്റെ ആംപ്ലിഫയറിൽ എത്ര ഇഞ്ച് സബ് വൂഫർ കൊടുക്കാം? 100 വാട്ടിൻ്റെ ആംപ്ലിഫയറിൽ എത്ര ഇഞ്ച് സബ് വൂഫർ ആണോ നിങ്ങൾക്ക് 100 വാട്ട്സിൽ കിട്ടുന്നത് അത് കൊടുക്കാം. 6ൻ്റെ 2 എണ്ണം 50 വെച്ചിട്ട് 100 വാട്ട്സ് ആക്കി കൊടുക്കാം. ഇനി അതല്ല 12 ഇഞ്ചിൽ 100 വാട്ട്സ് ആണ് കിട്ടുന്നതെങ്കിൽ അത് കൊടുക്കാം. 15 ഇഞ്ചിൽ 100 വാട്ട്സ് അല്ല, അതിൽ മേലെ വാട്ട്സാണ് കിട്ടുക. ഇനി അഥവാ ഉദാഹരണം പറയാം, 15 ഇഞ്ചിലാണ് കിട്ടുന്നതെങ്കിൽ കൊടുക്കാം. 50 വാട്ട്സിൽ നിങ്ങൾക്ക് 10 ഇഞ്ചാണ് ഉള്ളതെങ്കിൽ 2 സബ് വൂഫർ, അത് രണ്ടും കൂടി 100 വാട്ട്സ് ആക്കി കൊടുക്കാം. അപ്പോൾ എന്താ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ 100 വാട്ടിൻ്റെ ആംപ്ലിഫയറിൽ എത്ര ഇഞ്ച് സബ് വൂഫർ കൊടുക്കാമെന്ന് ചോദിച്ചാൽ 100 വാട്ട്സ് ആൻഡ് ആ ആംപ്ലിഫയറിൻ്റെ ഓംസ് മാച്ച് ചെയ്യുന്ന ഏതാണോ ആ മാച്ച് ആവുന്ന സബ് വൂഫർ കൊടുക്കാം. അടുത്ത അവൻ്റെ ലെറ്റർ ഗെയിമിംഗ് FF എന്ന ചാനലിലാണ്. ബ്രോ 2SC5200 2SC1143 ട്രാൻസിസ്റ്റർ ആമ്പ് എത്ര വാട്ട്സ് RMS ഔട്ട്പുട്ട് കിട്ടും? പ്ലീസ് റിപ്ലൈ. അതിൻ്റെ അകത്തേക്ക് ഒരു വോൾട്ടേജ് നമ്മൾ 27 വോൾട്ട് വെച്ചാണ് ഏറ്റവും കൂടുതൽ ആ ബോർഡുകൾ വരുന്നത്. 27 വോൾട്ട് വെച്ച് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മാക്സിമം 90 വാട്ട്സിനടുത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനകത്തേക്ക് പെർഫെക്റ്റ് ആ ബോർഡിലേക്ക് ആംബിയറും പവർ സപ്ലൈയും സ്ട്രോങ് ആണെങ്കിൽ 70 വാട്ട്സ് കൺഫേം ആണ്. 90 വാട്ട്സ് വരെ പീക്ക് മാക്സിമം കിട്ടുന്നുണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അടുത്ത അവൻ്റെ പുരുഷോത്തമൻ A എന്നാളുടെയാണ്. സംഗതി വളരെ ഇഷ്ടമായി, കൊള്ളാം. എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യം വിലയാണ്. ആ ചോദ്യം ഞാനും ചോദിക്കുന്നു, എത്ര? അതായത് നമ്മുടെ ആ വ്യൂ മീറ്റർ വെച്ചിട്ടുള്ള ഒരു ആമ്പിൻ്റെ വീഡിയോ ഉണ്ട്, പ്രീ ആമ്പിൻ്റെ വീഡിയോ. ആ പ്രീ ആമ്പിന് എന്ത് വിലയായി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രീ ആമ്പിൽ വ്യൂ മീറ്റർ ആഡ് ചെയ്യാൻ വ്യൂ മീറ്ററിന് എത്ര ചിലവുണ്ട് എന്നുള്ളത് അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യൂ മീറ്റർ അതിനകത്ത് ആമസോണിൽ തരുമ്പോൾ ഭയങ്കര വില കാണിക്കുന്നത്, 4000 3000 അങ്ങനെ ആയാലും 5000 മൊത്തം കാണിച്ച്. അപ്പോൾ ആ റേറ്റ് വരുന്ന ഒരു 2 വ്യൂ മീറ്റർ വെച്ചാൽ അത് അന്ന് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 10,000 രൂപ വ്യൂ മീറ്ററിന് മാത്രമായി, ബാക്കി എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് ആ വരുന്ന സാധനങ്ങൾക്ക് വരും. ട്രാൻസ്ഫോമർ ക്യാബിനറ്റ് എക്സ്ട്രാ, നമ്മൾ അക്രിലിക് ഡയൽ, അതായത് പാനൽ, ഡ്രൈവർ ബോർഡ്, ഗെയിൻ ബോർഡ്, പിന്നെ ഒരു സ്റ്റാറിൻ്റെ ബോർഡ്, ചെറിയൊരു ട്രാൻസ്ഫോമർ, സർവീസ് ചാർജ് എല്ലാം കൂടി കൂട്ടിയാൽ ഏറ്റവും കുറഞ്ഞത് 4 റുപ്യേൻ്റെ മേലെ അതിൻ്റെ റേറ്റ് വരും. 4 റുപ്യേൻ്റെ താഴോട്ട് എന്തായാലും ആ സാധനം ആ രൂപത്തിൽ ഉണ്ടാകാനില്ല, അതിൻ്റെ മേലോട്ട് വരും. അടുത്ത കമൻറ്റ് നാച്ച് എന്ന ആളുടെയാണ്. ഈ തരത്തിലുള്ള സ്പീക്കേഴ്സ് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? ഒറിജിനൽ, അതായത് നമ്മളിവിടെ ചെയ്തു വെച്ച ഒരു വിൻറ്റേജ് മോഡൽ പയനിയറിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത്. അപ്പോൾ അന്ന് കാണാത്തവർ കണ്ടു നോക്കുക. അതിനകത്തേക്കുള്ള സ്പീക്കേഴ്സ് ഒറിജിനൽ സ്പീക്കേഴ്സാണ്. ഒരൊറ്റൊന്നു പോലും നാട്ടിൽ കിട്ടുന്ന നല്ല കോപ്പിയല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ സ്പീക്കേഴ്സ് കമ്പനി ചെയ്ത്. അപ്പോൾ ആ സ്പീക്കർ വെച്ച് നമ്മൾ അതിനോട് സൂട്ടബിളായ ഒരു ബോക്സ് ചെയ്തു, അതിനൊക്കെയുള്ള ആംപ്ലിഫയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പീക്കേഴ്സ് കിട്ടാൻ ഒരു വഴിയുള്ളത്, ഒന്നും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കുറേ കണ്ടിട്ടുണ്ട്, OLX കണ്ടിട്ടുണ്ട്.
അത് നിങ്ങളുടെ നാട്ടിൽ എവിടെയാണെന്ന് അന്വേഷിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓൺലൈനിൽ കണ്ട പിക്ചർ കണ്ടാൽ പോരാ, നിങ്ങൾ അവിടെ പോയിട്ട് അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഫോട്ടോയിലോ വീഡിയോയിലോ കണ്ട സാധനം ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, കോയിൽ മാറ്റിയതായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അവിടെ പോയി അത് കേട്ട് നോക്കി ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല അത്രയും വിശ്വസ്തമായ ട്രസ്റ്റഡ് ടീമാണെങ്കിൽ ആ പറഞ്ഞ അതേ സാധനം തന്നെ അവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനത് കണ്ടിട്ടുള്ള ഒന്ന് മാർക്കറ്റ് പ്ലേസിലാണ്, അതുകൊണ്ടാണ് ഞാനത് ആദ്യം പറഞ്ഞത്. അപ്പോൾ സമയപരിധി കാരണം ഒരു 8 കമൻസാണ് എടുത്തുള്ളത്. അപ്പോൾ ആ കഴിഞ്ഞ ആഴ്ച വായിക്കാത്തതും ഈ ആഴ്ച തികയാത്ത കമൻസും എല്ലാം കൂടെ കൂട്ടി നമുക്ക് അടുത്ത ആഴ്ച മാക്സിമം കമൻസ് ഉപയോഗിക്കാം. പിന്നെ ഈ അടുത്തായിട്ട് നമ്മൾ ചെയ്തിരുന്ന കുറച്ച് വീഡിയോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിരുന്നു, കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് എല്ലാവരും പറയണ്ടായി. അപ്പോൾ അങ്ങനത്തെ തന്നെ വീഡിയോസ് വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ലെങ്തി വീഡിയോസ്, ഹെവി വീഡിയോസാണ്. അതിനകത്ത് 50, 80, 90 ചിലത് 100 ചില്ലാൻ സീൻസ് വരെ വരുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും സീൻസ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയുടെ എണ്ണം വളരെ കുറയുന്നുണ്ട്. അതായത് ആഴ്ചയിൽ ഒരു 3 വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ടൈം കിട്ടുന്നുള്ളൂ, ബാക്കി ഷോർട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ തരത്തിൽ വെറൈറ്റി ഡീറ്റെയിൽ വീഡിയോ ആകുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കും, അതിൻ്റേതായ ചിലവും അതിൻ്റെതായ ഡാറ്റ സൈസും എല്ലാം കൊടുക്കും, എഡിറ്റിംഗ് ടൈമും കൂടും. മറ്റേ 10 മിനിറ്റ് വീഡിയോ ഇപ്പോൾ ഈ കമൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീഡിയോ ആണ്, വളരെ കുറഞ്ഞ ടൈം മതി. കാരണം ഈ ഞാൻ മാത്രമാണ്, ഒറ്റ ഫ്രെയിമാണ്, ഒറ്റ ആംഗിളാണ്, ഒരു കുഴപ്പമില്ല. മറ്റേത് അങ്ങനെയല്ല, ഒരുപാട് ആംഗിളിൽ ഒരുപാട് സീൻസ് വെച്ച് എടുക്കുന്നതാണ്, പലതരം ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ മാറ്റിക്കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഫോൺ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോണിലേക്ക് ഒരു ക്യാമറ വന്നാൽ കുറച്ചും കൂടെ അത് എല്ലാം വീഡിയോസ് ഡീറ്റെയിൽ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴും നമ്മുടെ എഫേർട്ട് ആ വീഡിയോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോയുടെ എണ്ണം കുറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥമാവുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ആ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും വീണ്ടും ഒരു താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനി ആരെയും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കാണാത്തവർ തികയാത്തവർ അതായത് എമൗണ്ട് തികഞ്ഞില്ല അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെ അത് പറയും? ഒരാളോട് ഒരു പ്രാവശ്യം സഹായിച്ച ആളോട് രണ്ടാമത് ചോദിക്കാറിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കാര്യം ഞാൻ എല്ലാവരും ചോദിച്ചുകൊണ്ടും അവർ ആ പൈസ തന്നുകൊണ്ടും അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഇത്രയും പൈസ വന്നിട്ട് ഒന്നും ചെയ്തില്ലേ അത് പാടില്ലല്ലോ. നമ്മളത് വേറെ വഴിക്കൊന്നും ആവാതെ കറക്റ്റ് ആ ഒരു ആവശ്യത്തിന് തന്നെ അത് മുടങ്ങണം, ആ ഒരു ആവശ്യത്തിന് തന്നെ അത് നടക്കണം, എന്നാൽ തന്നെ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ടീമായിട്ടാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട്, അവർ നല്ല പ്രൊഫഷണൽ ടീമാണ്. അപ്പോൾ അവർ വഴി എടുത്ത് തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് ഈ സാധനം ചെക്ക് ചെയ്തോ കണ്ടിട്ടോ മനസ്സിലാക്കിയോ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല കണ്ടാൽ മനസ്സിലാവും ഏറ്റവും ബെസ്റ്റ് ഏതാണ്. കാരണം അപ്പോൾ അവർ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് റിസ്ക് കുറവാണ്. പിന്നീട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി പഠിച്ച് വരുമ്പോൾ എനിക്കതെന്തെങ്കിലും പോരായ്മ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ചെയ്യേണ്ടതുണ്ടോ, വേറെ ഏതെങ്കിലും മോഡൽ എടുക്കേണ്ടതുണ്ടോ, അതൊക്കെ പിന്നീടുള്ള കാര്യമാണല്ലോ. അതൊക്കെ ഞാൻ തന്നെ അതിൽ നിന്ന് തന്നെ വർക്ക് ചെയ്ത് അതിനുള്ള ഒരു ലെവലിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് സാധിക്കും. ഇതുവരെ എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത്. ഒരു സപ്പോർട്ട് കിട്ടിയാലാണ് കയറി പോകുന്ന ആളുകൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ആ സപ്പോർട്ട് നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനിയും ആ ബാക്കിയുള്ള എല്ലാവരും കൂടി കണ്ടു കഴിയുമ്പോൾ അത് ഫുൾ എമൗണ്ടിന് എടുക്കാനുള്ള ഒരു ഫ്രഷ് തന്നെ ആ സോണിയുടെ തന്നെ എടുക്കാനുള്ളൊരു അറിവും എനിക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ആഴ്ച തന്നെ കാര്യം നടക്കും. അപ്പോൾ അടുത്ത തിങ്കളാഴ്ചക്ക് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ ആ ക്യാമറ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്നേരം കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലാണ്.